ഹലോ, അസ്സലാമു അലൈക്കും. ഈ ഒരു ബർത്ത്ഡേ റിട്ടേൺ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കാർഡിൻ്റെ സൈസ് നമ്മളൊരു ചോക്ലേറ്റും പെൻസിലും ഇറേസറും വെച്ച് ചെയ്യണ സമയത്ത് എത്ര സൈസിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കുക. ഇതിലുള്ള എഡിറ്റ് ചെയ്ത ഫോട്ടോ നമുക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ളതാണ്. ആ ഫോട്ടോ വെച്ച് അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു എഡിറ്റിംഗ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട്. വേറൊരു ഫോട്ടോ വെച്ചിട്ടാണ് നമ്മളിതിൽ എഡിറ്റിംഗ് കാണിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിലൊരു A4 ഡോക്യുമെൻ്റ് നമുക്ക് സെലക്ട് ചെയ്യണം. ഞാൻ മുന്നേ ചെയ്ത് വെച്ചൊരു പേജ് ഓപ്പൺ ചെയ്തതാണ്. നമ്മളിവിടെ A4 ഡോക്യുമെൻറ്റിന് അടിച്ചു കൊടുക്കുന്ന സമയത്ത് A4 അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്കൊരു ഡോക്യുമെൻ്റ് A4 പോർട്രേറ്റ് പറഞ്ഞിട്ട് കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് എന്നൊരു ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ്സിൽ പോയിട്ടാണ് നമ്മൾ അതിനൊരു ഫോട്ടോ സെലക്ട് ചെയ്യേണ്ടത്. ആ പേജിലേക്ക് നമ്മൾ അപ്ലോഡ് ഫയലിൽ നിന്ന് ഒരു ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് വെച്ചതിനൊരു കുറച്ച് ഇമേജസിൻ്റെ അതിന് നമ്മളൊരു ഇമേജ് പിക്ക് ചെയ്യാണ്. ഈ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ ഒരു കാർഡ് ചെയ്യുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള നമുക്ക് നമ്മളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു സിമ്പിളായിട്ട് ഒരു എഡിറ്റിങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യണതിന് മുന്നായിട്ട് ചെയ്യേണ്ടത് എലമെൻസിൽ നിന്ന് ഒരു സ്പ്ലാഷ് എഫക്റ്റ് നമുക്ക് ആ സെർച്ച് ബാറിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. ഞാൻ ഇവിടെ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചതെന്ന് എടുക്കുകയാണ്. റീസെൻ്റ്ലി യൂസ് ചെയ്തത് നമുക്ക് അവിടെ നിന്ന് കാണും. നമുക്ക് ക്യാൻവ ആപ്പ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം. എന്നിട്ട് നമ്മൾ അത് ഒരു സ്പ്ലാഷ് എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിലേക്കാണ് ആ ഫോട്ടോ നമ്മൾ ഇനി വെച്ച് കൊടുക്കേണ്ടത്. അപ്ലോഡ്സിൽ പോയിട്ട് നമ്മൾ ആ ഫോട്ടോ ഒന്നും കൂടി എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ അപ്ലോഡ്സിൽ പോയിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോ ആയിട്ടാണ് നമുക്ക് പ്രിൻ്റ് എടുക്കുമ്പോഴൊക്കെ കിട്ടുക. ഡയറക്റ്റ് ക്യാമറയിൽ നിന്ന് പിക്ക് ചെയ്യണേക്കാട്ടിലും നല്ലത്. നമ്മളിതിന് കുറച്ച് ക്യാപ്ഷൻസ് കൊടുക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ എന്ന് കൊടുക്കുന്നുണ്ട്. കൂടാതെ കുട്ടിയുടെ പേരും കൂടെ ആഡ് ചെയ്യുക. എത്രാമത്തെ ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മെൻഷൻ ചെയ്യുക. അതൊക്കെ നമ്മളെ ഐഡിയക്ക് അനുസരിച്ചിട്ടും ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ ഹാപ്പി 4th ബർത്ത്ഡേ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ പേരുമാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾക്ക് ഫോണ്ടിൽ പോയിട്ട് അതിന് ഇഷ്ടമുള്ള ഫോണ്ടൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ഫോണ്ടാണ് ആപ്റ്റ് നോക്കിയിട്ട് ആ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഹാപ്പി 4th എന്നുള്ളതും ബർത്ത്ഡേ എന്നുള്ളതും തമ്മിലൊരു സ്പേസ്, ഒരു ഗ്യാപ്പ് തോന്നുന്നുണ്ട് നമുക്കിതിൽ. അപ്പം നമുക്കത് ആ ഒരു ഗ്യാപ്പ്, ആ ഒരു സ്പേസ് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ എഫക്റ്റ് ഉണ്ട്. ഫോൺ സൈസ് കറക്റ്റ് കൊടുക്കുന്നുണ്ട്. സൈസ് കറക്റ്റായി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇങ്ങോട്ട് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സ്പേസിങ് എഫക്റ്റ് അല്ല, സ്പേസിങ്ങിൽ പോയിട്ട് നമ്മൾ ലൈൻ സ്പേസിങ് കൊടുത്താൽ, ലെറ്റർ സ്പേസിങ് കൊടുത്താൽ ലെറ്ററുകൾ അടുത്ത് വരും. ലൈൻ സ്പേസിങ് കൊടുത്താൽ അതൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവുമെന്ന് വിചാരിക്കണു. അങ്ങനെ നമ്മൾ ലൈൻ സ്പേസിങ് കൊടുത്തിട്ട് അടുത്താക്കി എടുക്കുന്നുണ്ട്. ഹാപ്പി 4th ബർത്ത്ഡേ എന്നുള്ളത് മുകളിലും, അടുത്തത് കുട്ടിയുടെ പേരാണ്. ആ പേര് നമ്മൾ താഴെയായിട്ടും കൊടുക്കുന്നുണ്ട്. സൈനുൽ ഹക്ക് എന്നാണ് പേര്. അങ്ങനെ നമ്മൾ ആ പേര് കൊടുത്തു. ഇനി ആ പേരിനെ കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഇനി അടുത്ത ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എഫക്റ്റ് പോയിട്ട് നല്ലൊരു എഫക്റ്റ് ആ ഒരു നെയിമിന് കൊടുക്കുക. നമുക്ക് ഒരുപാട് ഫോണ്ടുകൾ അവൈലബിൾ ആണ്. ആ ഫോണ്ട് കൊടുത്തിട്ട് നമുക്ക് ഫോണ്ട് ഇതാകാം. കുറച്ച് തിക്കായിട്ടുള്ളൊരു ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിനുശേഷം കളറിൽ പോയിട്ട് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി ഒന്നും കൂടി ഒരു സ്റ്റൈലിഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു എഫക്റ്റാണ് അടുത്തത് സെലക്ട് ചെയ്യേണ്ടത്. ഫോർമാറ്റിൻ്റെ അപ്പുറത്താണ്, സ്പേസിങ്ങിൻ്റെ അപ്പുറത്തെ എഫക്റ്റ്. അതിൽ നമ്മൾ ഷാഡോയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു പ്ലേസിലാണ് പോയിട്ട് നമ്മൾ തിക്നെസ് ഒന്ന് കളറും ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും അടിയിൽ കാണും കളർ, അവിടെ അതിൻ്റെ ഒരു ഔട്ട്ലൈന് കളർ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാർഡ് ഇപ്പോൾ നമുക്ക് ശരിയായി. ഇനി ഇത് ഒരു ബ്ലാങ്ക് പേജിലിട്ടിട്ട് ഈ കാർഡിൻ്റെ സൈഡിൽ നമുക്ക് മിഠായിയും
പെൻസിലും ഇറേസറൊക്കെ ഒട്ടിച്ചു കൊടുക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ A4 പേജിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒന്നും കൂടെ നമ്മൾ ആ ചെയ്തത് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ആ ഒരു ബ്ലാങ്ക് വൈറ്റ് പേജിലേക്ക് കൊടുന്നിട്ട് ഇതൊരു സൈഡിലാക്കിയിട്ട് കൊടുക്കണം. ഇതിൻ്റെ സ്പേസ് ആ സൈഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ A4 പേജിൻ്റെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ബാക്കി സ്പേസിൽ നമുക്ക് ചോക്ലേറ്റും പെൻസിലും ഇറേസറൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ട രീതിയിൽ ഇങ്ങനെ ആയിട്ടാണ് നമ്മളത് സേവ് ചെയ്യണത്. ഇനി അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതൊരു A3 ഷീറ്റിൽ എത്രണ്ണം സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഒരു A4 സൈസ് ഒരു ഷീറ്റിൽ തന്നെ നമുക്കിത് 6 എണ്ണം വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്കൊരു കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു കാർഡിൽ ഒരു 10 രൂപയുടെ കിറ്റ്കാറ്റ് ചോക്ലേറ്റും ഒരു പെൻസിലും ഒരു ഇറേസറും വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം നമ്മൾ ആദ്യം ഒരു A4 ഷീറ്റിൽ 6 എണ്ണം വെച്ചിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ 6 എണ്ണം വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചതിന് ശേഷം പിന്നെ ഒരു A3 ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് അതിൽ 2 A4 ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുന്നത്. ഫോണൊന്ന് ഹാങ്ങായി. അപ്പോൾ ആ സമയത്ത് നമുക്ക് അപ്ലോഡ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് ഗാലറിയിൽ നിന്ന് തന്നെയാണ് നമ്മളിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അപ്ലോഡ്സ് നിന്ന് മാത്രം ഫോട്ടോസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു A4 ഷീറ്റിൽ സെറ്റ് ചെയ്യുന്നത് ഹാങ് ആയതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ വേറെ കാണിക്കുകയാണ്. അങ്ങനെ ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് ഒരു A4 ഷീറ്റിൽ 6 എണ്ണം വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാണ്. അത് എല്ലാ കാർഡും ഒരേ സൈസിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 4 സൈഡിലൊക്കെ ഒരേപോലെ വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അത് സേവ് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ A3 ഷീറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. A3 ഷീറ്റ് എന്ന് പറഞ്ഞാൽ 2 A4 സൈസിൻ്റെ ഇത് വരുന്നതാണ്. നമ്മൾ ഈ A4 ഷീറ്റ് 2 ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം നമ്മൾ A3 സെറ്റ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്യാവുന്നതാണ്. 10 രൂപയുടെ ഒരു കിറ്റ്കാറ്റും ഒരു അപ്സരയുടെ ഒരു പെൻസിലും അപ്സരയുടെ തന്നെ ഒരു ഇറേസറൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കാർഡിന് ഒരു 20 രൂപ വരെ നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ് ഒരു കാർഡിന്. അങ്ങനെ നമ്മൾ കസ്റ്റമർ എത്ര കാർഡാണ് പറയണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് അങ്ങനെ ടോട്ടൽ ചെയ്തിട്ട് നമുക്കങ്ങനെ പറയാവുന്നതാണ് കസ്റ്റമറോട്. 40 കാർഡ്സാണ് നമ്മോട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കാർഡ്സൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി കിറ്റ്കാറ്റിൻ്റെ മുകളിൽ നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇറേസറും അങ്ങനെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മളതിൽ മിസ്റ്റേക്ക് പറ്റിയതെന്ന് വെച്ചാൽ 220യുടെ ഇതിലാണ് നമ്മൾ പ്രിൻ്റ് 220 300 എന്നൊക്കെ പറയുന്നത് നമ്മളെ പേപ്പറിൻ്റെ തിക്നെസ്സാണ്. നമ്മൾ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോണ സമയത്ത് നമ്മൾ ഷോപ്പിൽ പറയാം, പ്രിൻ്റ് എടുക്കണ ഷോപ്പിൽ പറയാം ഏത് കട്ടിയിലാണ് നമുക്ക് പേപ്പർ വേണ്ടതെന്ന്. അപ്പോൾ 300ൻ്റെ പേപ്പറിൽ പ്രിൻ്റ് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. താങ്ക്